ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. അനുതാപത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചാണ് ധൂർത്തപുത്രന്റെ ഉപമ നമ്മോട് സംസാരിക്കുന്നത്. പാപം ചെയ്ത് നാം ദൈവത്തെയും സഹമനുഷ്യരെയും വേദനിപ്പിച്ചു എന്ന ദുഃഖം മാത്രമല്ല അനുതാപം. പശ്ചാത്താപം തോന്നുന്നതും കണ്ണുനീർ പൊഴിക്കുന്നതും അനുതാപത്തിന്റെ ആദ്യ പടി മാത്രമാണ്. പന്നിക്കൂടിന്റെ നിസ്സഹായ അവസ്ഥയിലാണ് ധൂർത്തപുത്രന് പശ്ചാത്താപം ഉണ്ടാകുന്നത്. ധൂർത്തപുത്രന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു നടക്കാൻ തീരുമാനമെടുക്കുന്നു. സ്വഭവനത്തിൽ മടങ്ങിയെത്തുന്നു. ഇതാണ് അനുതാപം. തഴക്കദോഷങ്ങൾ അഥവാ കുമ്പസാരിച്ചിട്ടും ആവർത്തിക്കപ്പെടുന്ന പാപങ്ങളുടെ അടിമത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അടിക്കടി കുമ്പസാരിച്ചുകൊണ്ട് മാത്രം പരിഹാരമാകുന്നില്ല. ഇനി പാപം ചെയ്യുകയില്ല എന്ന് നാം തീരുമാനമെടുക്കണം. പാപം ചെയ്തു കഴിഞ്ഞാൽ ഏതു പാപിക്കും ദുസ്സഹമായ അവസ്ഥ അനുഭവപ്പെടും. പന്നിക്കുഴി അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. പാപത്തിൽ നിന്ന് പുറത്തു വരാനും ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് മടങ്ങി വരാനുമുള്ള ദൈവത്തിന്റെ വിളിയാണത്. ആ വിളിക്ക് ഉത്തരമായി ഉണ്ടാകേണ്ടത് യഥാർത്ഥ അനുതാപമാണ്. ഇനി പാപം ചെയ്യുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ, ഉറച്ച തീരുമാനത്തോടെ നാം ദൈവത്തിന്റെ പക്കലേക്ക് നടത്തുന്ന മടക്ക യാത്രയാണത്. ഈ തീരുമാനമില്ലെങ്കിൽ എത്ര കുമ്പസാരിച്ചാലും നാം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പുറത്ത് വരത്തില്ല. ധൂർത്തപുത്രനെ പോലെ എഴുന്നേറ്റ് ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ പാപത്തിന്റെ ചങ്ങല മാറ്റി ദൈവമകളുടെ, ദൈവമകന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്കും അനുഭവിക്കാം.